അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി കുറേ ദിവസമായി കാറിൽ തന്നെ പോകുന്നതിന് കുറച്ച് ബൈക്കിൽ പോവാം, ബൈക്ക് എടുക്കാമല്ലോ. അങ്ങനെ കൃഷ്ണേട്ടൻ്റെ പൊടിയൊക്കെ പോകുന്നുണ്ട്. എന്ത് മാമാൻ്റെ അവിടെ ചോറ് വിൽക്കാൻ പോകണം. അപ്പോൾ കുറച്ച് മുട്ട കാച്ചിട്ട് ചോറ് വിൽക്കാമെന്ന്. അങ്ങനെ മുട്ടയെല്ലാം മേങ്ങി കൃഷ്ണേട്ടൻ്റെ ബായി പറഞ്ഞ് അങ്ങനെ നല്ല മുട്ടയെല്ലാം വെച്ചിട്ട് മാമൻ്റെ അവിടെ പോകുന്നുണ്ട് ഗൈസ്. ഞാൻ മാമാൻ്റെ അവിടെ എത്തിയതാ. മുട്ടയെല്ലാം കാച്ചുന്നുണ്ട്. ആർക്കുണ്ട് ഇങ്ങനത്തെ സ്വഭാവം? മുട്ട കാച്ചെങ്കിൽ വലുതാക്കണമെന്ന്. അങ്ങനെ ഞാൻ മുട്ട വലുതാക്കാൻ പറഞ്ഞു. മോനെ കൽത്തപ്പം പോലെ വലിയ മുട്ടായി. അങ്ങനെ എന്താക്കുന്നേ മാമ കണ്ട അപ്പ കണ്ണാടിയിലിട്ട് ചോറ് മുട്ടയെല്ലാം കൊണ്ടു പച്ചക്കറി ഇട്ട് ചോറ് അങ്ങനെയെല്ലാം കുഴച്ചിട്ട് അച്ചാറെല്ലാം വേവിച്ചിട്ട് ഒരു കുഴക്കല് അപ്പ എന്ത് മജ. അങ്ങനെ ആടുന്ന് ചോറെല്ലാം വേവിച്ചിട്ട് നല്ല വണ്ടി എടുത്തിട്ട് പോകുന്ന ബൈക്ക് നമ്മളെ ചേച്ചിൻ്റെ പൊടി എന്താ കല്ലുമക്ക എന്ത് ടേസ്റ്റ് അറിഞ്ഞോ. ഒരിക്കൽ തിന്നണോ നിങ്ങോ കല്ലുമക്ക ആ ലിച്ചിയും. അങ്ങനെ നല്ല കല്ലുമൊക്കെ എല്ലാം ഓർഡർ ആക്കിയിട്ട് കുറച്ച് തോന്നുന്നു. അതിൻ്റെ അടുക്ക ലീച്ചിയും കുടിച്ചിട്ട് സമാധാനം അമ്മ അങ്ങനെ നല്ല തോന്നിട്ട് അതിൻ്റെ അടുത്ത് ബായി പറഞ്ഞ് നല്ല പണിൻ്റെ അടുത്ത് പോവാം. നോക്കുമ്പോൾ എണ്ണ കാലിന്ന് പാങ്ങിയില്ല അങ്ങനെ കാണാൻ. അങ്ങനെ നല്ല പമ്പിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. പമ്പിലേക്ക് പോയിട്ട് ഇതാ എണ്ണ ഒന്ന് ഫുൾ ടാങ്ക് ആക്കിയിടാം. ചെക്കൻ ഭയങ്കര തിരക്ക്. ചെക്കനോട് ഞാൻ പറഞ്ഞ് ഫുൾ അടിക്കും. ചെക്കന് സന്തോഷത്തിൽ നെക്കിലുണ്ടോ. അപ്പൊ പെട്ടെന്ന് ഉറങ്ങിയും തോന്നുന്നു. ചെക്കനെ അത്ഭുതമായി ഇത്ര പെട്ടെന്ന് ഫുൾ ടാങ്ക് ആണ്. ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് എന്തായെങ്കിലും ആ ടാങ്ക് പൊന്തിട്ട് ഇങ്ങനെ കാണാൻ എന്തോ ഒരു മജ. പൊന്തെന്ന് നോക്കറുള്ളൂ എന്ത് പൊന്തല്. അങ്ങനെ ടൗണിലെത്തുമ്പോൾ ചങ്ങായിമാരെല്ലാം കാത്തു നിന്നിട്ടുണ്ട്. സെബിയിലൊന്ന് കുളിച്ചിരുന്നു തോന്നുന്നു. നല്ല വെളുത്തിട്ടുണ്ട്. മുന്നിൽ എല്ലാവരും ഉണ്ട്. സെബിയിലെ നോക്കിയില്ല. എന്നങ്ങനെ നേരെ കൊറിയർ അയക്കാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് ഗൈസ്. ഇനി ഞാൻ വന്ന കൊറിയർ അയക്കാനാണ്. ഇത് നമ്മളെ ശിവ പിന്നെ സുജിത്ത്. അപ്പോൾ നമ്മളെ ക്രീമിൻ്റെ ഓഫർ ഇട്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ബില്ലി ക്രീം വാങ്ങുന്നെങ്കിൽ ഒരു എയർപോർട്ട് ഫ്രീ. കാര്യമായ എയർപോർട്ട് ഫ്രീ. അങ്ങനെ ഓർഡർ അങ്ങനെ കൊറിയറിലിട്ട് ബില്ലെല്ലാം വാങ്ങി ബായി പറഞ്ഞ് നേടുന്ന വല്ല ആ സ്കൂട്ടായി. നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ ചങ്ങായി. സ്കാനർ കാണിച്ചിട്ട് 100 ഉറുപ്പുണ്ട്. ഏത് കള്ളനെ അറിഞ്ഞ മൊയിനെ പിടിച്ച് അങ്ങനെ രാത്രിയായി കഴിച്ച് ഞാൻ തിന്നാലും വന്ന് സെപ്പിക്കിൻ്റെ കളി കണ്ട കോയി തിന്ന വെള്ളം കിട്ടാത്ത പോലെ. അങ്ങനെ ഫുഡെല്ലാം ആക്കി ഞാൻ അടുത്തേൽ കാണാം. അപ്പോൾ ടാറ്റ ബായി ഞാൻ പോകുന്നു ഗൈസ്.